ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. വിശുദ്ധ മത്തായി ശ്ലീഹ 6-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ നാളെക്കുറിച്ച് ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളു. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ വചനത്താൽ അധിഷ്ഠിതമായാണോ നമ്മുടെ ജീവിതം നയിക്കുന്നത്? നമുക്ക് ഒരു നിമിഷം നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. അധികം പേരും നാളെക്കുറിച്ച് ആകുലതപ്പെട്ടുകൊണ്ട് ഇന്നിൻ്റെ സന്തോഷം നശിപ്പിക്കുകയല്ലേ ചെയ്യാറ് പതിവ്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളുമാണ് എന്നാണ് മത്തായി ശ്ലീഹ പറയുന്നത്. എന്നാൽ അധികം പേരും കണ്ടിട്ടില്ലാത്ത നാളെക്കുറിച്ച്, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ആകുലതപ്പെട്ട് ആകാംക്ഷപ്പെട്ട് ഇന്നത്തെ സന്തോഷം നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും മത്തായി ശ്ലീഹ 6-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും അറിയുമ്പോൾ നമുക്ക് നാളെക്കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ തീരും. ജീവിതത്തിൻ്റെ അധികം പേരും സങ്കടത്തിലാവുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്ത നാളെക്കുറിച്ച്, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി തീരുമാനിച്ച് ഒരു സങ്കല്പം മനസ്സിൽ പ്രതിഷ്ഠിച്ച് നമ്മൾ അതേക്കുറിച്ച് വിഷമിച്ച് കഴിയുകയാണ്. കഴിഞ്ഞുപോയ ഇന്നലകളോ വരാനിരിക്കുന്ന നാളുകളോ അല്ല നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകാൻ നമുക്ക് ഈ ദാനമായി കിട്ടിയ ഇന്ന് ജീവിക്കാൻ പഠിക്കണം. യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, ടുമാറോ ഈസ് എ മിസ്റ്ററി, ടുഡേ ഈസ് എ ഗിഫ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ദാനമായി കിട്ടിയ, ഗിഫ്റ്റായി കിട്ടിയ ഇന്ന് നാം സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് ദൈവത്തിന് കൂടുതൽ സന്തോഷം വരിക. ഹിസ്റ്ററിയായി മറഞ്ഞു പോയപ്പെട്ടവ വീണ്ടും വീണ്ടും ചിക്കിച്ചകയുമ്പോൾ നമ്മൾ വീണ്ടും ദുഃഖിതരാകുന്നു. അധികം പേരും ദുഃഖിതരാകുന്നതിന് കാരണം കഴിഞ്ഞുപോയ ഇന്ധനങ്ങളെക്കുറിച്ചുള്ള മോശമായ ചിന്തകൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരുമ്പോൾ അവരുടെ എനർജി വീണ്ടും വീണ്ടും താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കണ്ടിട്ടില്ലാത്ത നാളെക്കുറിച്ച് നമ്മൾ ആകുലതപ്പെടുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ഇന്നലകളെക്കുറിച്ചും നാളുകളെക്കുറിച്ചുമുള്ള ആകാംക്ഷ, അതാണ് ഇന്ന് നമുക്ക് ദുഃഖം തരുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ദാനമായി കിട്ടിയ ഇന്ന് ജീവിക്കാൻ ശ്രമിക്കാം. സന്തോഷം, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ സന്തോഷത്തിൻ്റെ കീ ആരുടെ കയ്യിലുമല്ല, അത് നമ്മുടെ കയ്യിൽ തന്നെയാണുള്ളത്. എന്നാൽ അധികം പേരും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പതനത്തിന് കാരണം അവരാണ്, ഇവരാണ്. ഒന്നുമല്ല സഹോദരരെ, നമ്മുടെ സന്തോഷത്തിൻ്റെ കീ നമ്മുടെ കയ്യിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു തിരുവചന ചിന്തയോടുകൂടി നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താവോ, അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം മനോഹരമായി തീരുന്നത്. നമുക്ക് മത്തായി ശ്ലീഹായുടെ തിരുവചനങ്ങളെ ഒന്നുകൂടി ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ദാനമായി ദൈവം തന്ന ഓരോ ദിവസത്തെയും മനോഹരമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കാം. ഈ വചനത്തിൻ്റെ അഭിഷേകം എല്ലാവരിലേക്കും ചുരുങ്ങുകൊണ്ട് എല്ലാവർക്കും ഈ അഭിഷേകത്താൽ നിറയാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട എൽസി ജോസ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.